ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിന് അവരുടെ സുപ്രധാന താരമായ കിലിയൻ എംബപ്പയെ ഇന്നലെ നഷ്ടമായിരുന്നു. അതായത് പരിക്ക് കാരണം അദ്ദേഹം 3 ആഴ്ചയോളം പുറത്തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കിലിയൻ എംബപ്പെ ഇല്ലാതെയാണ് ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ റയലിന് കളിക്കേണ്ടി വരുന്നത്. അത് സാബി അലോൺസോക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കിലിയൻ എംബപ്പയെ ആശ്രയിച്ചുകൊണ്ടാണ് പല മത്സരങ്ങളിലും ഈ സീസണിൽ റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് കിലിയൻ എംബപ്പയ്ക്ക് പരിക്കേറ്റു, അതുപോലെ തന്നെ എൻട്രിക്ക് ആവട്ടെ ലോൺ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒളിമ്പിക് ലിയോണിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ സാബി അലോൺസോക്ക് മുന്നിൽ 3 ഓപ്ഷനുകളാണ് ഉള്ളത്. ആ 3 ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, റോഡ്രിഗോയെ ഒരു നമ്പർ 9 സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക, സ്റ്റാർട്ട് ചെയ്യിക്കുക. എന്നിട്ട് വിങ്ങിൽ ഫെഡെ വാൽവർദയെ കളിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അത് ഗോൺസാലോ ഗാർഷ്യയാണ്. അതായത് ഗോൺസാലോ ഗാർഷ്യയെ നമ്പർ 9 പൊസിഷനിൽ കളിപ്പിക്കുക. എന്നിട്ട് ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ച ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ രൂപത്തിൽ കളിക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, മുന്നേറ്റ നിരയിൽ 2 താരങ്ങളെ മാത്രം സ്റ്റാർട്ട് ചെയ്യിക്കുക. അത് വിനീഷ്യസും റോഡ്രിഗോയും ആയിരിക്കുക. ഇങ്ങനെയാണ് 3 ഓപ്ഷനുകൾ. ഈ 3 ഓപ്ഷനുകളിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ഈ പരിശീലകൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഗോൺസാലോ ഗാർഷ്യക്ക് ആ ഒരു അവസരം നൽകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും എംബപ്പയുടെ അഭാവം നല്ല രൂപത്തിൽ റയലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ സീസണിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ആകെ ക്ലബിന് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച താരം 29 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ലാലിഗയിൽ 18 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 9 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു താരത്തെയാണ് ഇപ്പോൾ റയലിന് നഷ്ടമായിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.